ഹലോ, നമ്മൾ നൈറ്റ് സെർനിറ്റി ബീച്ചിലേക്കാണ് പോണേ. നമ്മൾ വന്ന് നല്ലോണം ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്തതിന് ശേഷം രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തൊപ്പിയെല്ലാം വെച്ചിട്ട് ഇറങ്ങി. കടലിൽ ഇറങ്ങണ്ടെന്ന് വാമീനോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തിരയെല്ലാം ഭയങ്കരമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പാറക്കെട്ടെല്ലാം ആയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ബീച്ച്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് രാത്രിയായി പോയി നേരിലും വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ ദൂരം വണ്ടിയെല്ലാം ഓടിച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണമെല്ലാം തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് നമുക്ക് നാളെ എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇവിടെ കണ്ട കുതിരയും ഒട്ടകവും എല്ലാം ഉണ്ട്. പിന്നെ അത് രാവിലെ ആയിരിക്കും ചിലപ്പം ഇതിങ്ങനെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തെല്ലാം പോകാൻ പറ്റുമായിരിക്കും. വാമി അവസാനം അവൾ ഡ്രസ്സെല്ലാം എടുത്തിട്ടാണ് വന്നത്. എന്തായാലും ബാഗിൽ ഡ്രസ്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയാലോ, മറ്റുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. വാമിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീച്ചിൽ പോകാനാണ്. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ നാട്ടിലുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഇവിടെ പോണ്ടിച്ചേരി ഏറ്റവും കൂടുതൽ ബീച്ചാണല്ലോ ഉള്ളത്. കാരണം അവൾ നമ്മളിവിടെ തന്നെ നിൽക്കുമ്പോൾ അവളൊരു ഹാപ്പി ആയിക്കോട്ടെ, അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ കുറേ നേരം കളിച്ച് പിന്നെ അവിടുന്ന് നമ്മൾ ഐസ്ക്രീം എല്ലാം വാങ്ങി. പിന്നെ അവിടെ ഇത് കണ്ട നമ്മൾ തോണി എന്ന് പറയും, അതിൽ കുറേ ആൾക്കാരിങ്ങനെ കയറിയിട്ട് കൂക്കി വിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചു. പക്ഷെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ചീർപ്പ് എടുത്ത് വെച്ചിട്ടില്ലേനും. ചീർപ്പും പിന്നെ ഫേസ് വാഷും എടുക്കാൻ മറന്നുപോയി. നമ്മൾ അങ്ങനത്തെ കുറച്ച് സാധനമെല്ലാം വാങ്ങി അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നേരെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. ഗിൽഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി റിവ്യൂ എല്ലാം നോക്കി പോയതാണ് നമ്മളവിടെ. കണ്ട ചാറ്റൽ മഴയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചളി പോലെ ഉണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെ സൈഡിൽ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്, കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അന്നേരം കിട്ടൂലെന്ന് തോന്നിയാലും നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള വേറൊരു ഷാസ് കിച്ചൺ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചിക്കൻ 65 പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങി. അത് നല്ല അടിപൊളി വെർത്തായിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം നമ്മൾ 2 ഫുള്ളാണ് വാങ്ങിയിട്ടുള്ളത്. അത്രക്കാരെ റേറ്റൊന്നുമില്ല. 2 ഫുള്ള് എന്ന് പറയുന്നത് നമ്മൾ 4 ആൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയാണേ, പോണ്ടിച്ചേരി റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ കൊടീൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്ലാഗിൻ്റെ. പിന്നെ നമ്മൾ അവസാനം തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തി. ഇനി നമുക്ക് രാവിലെ ഇറങ്ങണം, കാരണം സൺറൈസ് കാണണം എന്നുള്ളൊരിതിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെയുള്ളൊരു ചെറിയൊരു മണ്ഡപം പോലെ, അതിൻ്റെ ഉള്ളിൽ ഗണപതിൻ്റെതും പൂജയൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഫുൾ ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ വാമി പോയി നോക്കിയപ്പോൾ ഞാനും പോയി നോക്കിയതാണ്. പൂജയെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ രാത്രി ലൈറ്റെല്ലാം ഇട്ട് നല്ല രസമല്ലേ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴി. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബായ്.